ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ കുഞ്ഞാപ്പം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ റൂമൊക്കെ ഒന്ന് സെറ്റാക്കാൻ പോകുന്നതാണെങ്കിൽ സ്റ്റഡി ടേബിൾ മേക്ക് ഓവർ വേണമെങ്കിൽ പറയാം. നമ്മൾ ഫുൾ ഓഫ് ആകുന്നത് സ്റ്റഡി ടേബിൾ മേക്ക് ഓവർ ആയിട്ടുള്ള സെപ്പറേറ്റ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള റൂമായിട്ട് ഫുള്ളായിട്ട് വരാം. അതായത് വെക്കേഷനൊക്കെ ആയിട്ട് നമ്മുടെ റൂം ഒന്നും തിരിഞ്ഞു പോലും നോക്കില്ല. അതിൻ്റെ മുകളിൽ വരുമ്പോൾ എന്തെങ്കിലും സാധനമുള്ള അതിൻ്റെ മുകളിൽ കൊണ്ട് വെക്കുക, അത് പിന്നെ എടുത്ത് മര്യാദയ്ക്ക് വെക്കുക, അങ്ങനെ ഒരു ചിന്ത എനിക്കില്ല. എനിക്ക് എൻ്റെ വീട്ടിലിറങ്ങിയാൽ പക്ഷെ എനിക്ക് കാണുമ്പോൾ ഒരു ഇത് എപ്പോഴും വൃത്തിയാക്കുക അങ്ങനെയൊക്കെ ഒരു ചിന്തയുണ്ട്. പക്ഷെ നടക്കില്ല അത്. ഓക്കെ, ഇന്ന് നമ്മളപ്പം വെക്കാൻ പോകണം. ഞാനും കുഞ്ഞാപ്പും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ രണ്ടുപേരോടാണ് ചെയ്യുന്നത്. ഫസ്റ്റ്ലി ഞങ്ങൾ വീട് പണി കംപ്ലീറ്റ് ആയിട്ടില്ല. ഞങ്ങളുടെ ഒരു വർക്ക് അപ്പം അതുമായിട്ടുള്ള സക്സസ് ആയിട്ട് വേണം പോകാനായിട്ട്. അതായത് ആ വീട്, അതായത് ആ മുറിയിലാണ് ഞങ്ങൾ കിടക്കുന്നത്. ഞാനും മമ്മിയും കുഞ്ഞാപ്പൂവരുടെ നടക്കുന്നത്. മുറിയിൽ അച്ഛനും അമ്മയും മാത്രമാണ്. അവിടെ ആയതാണ് ഞങ്ങൾ പഠിക്കുന്നത്. ആ ഒരു ഒറ്റ മുറിയിലാണ് എല്ലാ സംഭവവും. കടന്നുറങ്ങുന്നത് മാത്രം ഞങ്ങൾ വേറൊരു മുറിയിലാണേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആ മുറിയിൽ ഞങ്ങൾ ഹാളിലാണ്. അപ്പോൾ അവിടെ ആയിട്ട് സ്റ്റഡി ടേബിൾ വെക്കാൻ പറ്റില്ല. അത് വലിയൊരു ടേബിളാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ കംപ്ലീറ്റ് ആയിട്ടില്ല ഞങ്ങളുടെ വീട് പണി. അപ്പോൾ അതിൻ്റെ തറയിൽ ഞങ്ങൾ ഇടുന്നത് ബ്ലാക്ക് ഷീറ്റാണ്. അപ്പം എല്ലാ വീട്ടിലും കാണുന്നൊരിതാണ് അയ്യ എല്ലാവരുടെ വീട്ടിലും കാണും. അതിൽ കുറേ തുണിയും കാണും. എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഉണ്ട്. അതെല്ലാം ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പം രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ ഷീറ്റ് ഒരെണ്ണം ഉണ്ടായിരുന്നു. എല്ലാം കഴുകി ഞാനും കുഞ്ഞാപ്പൂടെ വെച്ച് ഉണക്കി അവിടെ വിട്ടിട്ടുണ്ട്. അത് ഞാൻ എടുത്തുകൊണ്ട് വരണം. പിന്നെ മുറി എന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി ഞാനാണെങ്കിൽ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഡ്രോ പോലൊരു സംഭവം. അതിൽ ഞാനെൻ്റെ മേക്കപ്പിലെല്ലാം വെച്ചു. നമ്മൾ ഇന്ന് അതെല്ലാം എടുത്ത് മാറ്റും. ഫുള്ളോ എല്ലാം മാറ്റും. അമ്മയുടെ തയ്യൽ മെഷീൻ പറഞ്ഞ തിരിപ്പുണ്ട്. ഞങ്ങൾ സ്റ്റഡി ടേബിളുണ്ട്. പിന്നെ ഒരു കുഞ്ഞു മെഷീനുണ്ട്. ആ ഒരു മെഷീനിലാണ് പഴയ നമ്മുടെ ടി വി സ്റ്റാൻഡില്ലേ, അതൊരു ടി വി സ്റ്റാൻഡ്. ഇപ്പോൾ നമ്മൾ പുതിയൊരു ടി വി സ്റ്റാൻഡ് മേടിച്ചപ്പോൾ പഴയ ടേബിൾ ാണ് ഇങ്ങനെ കുറേ സാധനവും തുണിയെല്ലാം വെക്കുന്നത്. അപ്പം കുറേ തുണി അമ്മ ഒരു തുണിയൊക്കെ കുറേ ഇരിപ്പുണ്ട്. അതെല്ലാം എടുത്ത് മാറ്റി നമ്മൾ സക്സസ് ആക്കാൻ പോവാണ്. ഇത് വേണമെങ്കിലും റൂം മേക്ക് ഓവറിനൊക്കെ പറയാം. നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, എൻ്റെ കൂടെ കുഞ്ഞാപ്പൂവും ഉണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ആരെങ്കിലും ഫസ്റ്റ് ടൈം ആണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. ആദ്യം നമ്മൾ വെക്കുന്നത് ഇവിടുന്ന് തയ്യൽ മെഷീൻ ഇവിടുത്തെ സംഭവം മുഴുവൻ എടുത്ത് കട്ടിലേലോട്ടോ എല്ലാം എടുത്ത് വെക്കണം. നമ്മൾ ഫാനെല്ലാം എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. തയ്യൽ മെഷീൻ ഇവിടെ ഇരിക്കുകയാണ്. അതെല്ലാം നമുക്കെടുത്ത് തയ്യൽ മെഷീൻ്റെ എല്ലാം എടുത്ത് വെച്ചാൽ അമ്മ ഇവിടെ ഇല്ല. അതാണ് ഒരു പ്രശ്നം. അമ്മയോട് ഞങ്ങൾ പറഞ്ഞായിരുന്നു ഞങ്ങൾ ഷീറ്റ് രാവിലെ കഴിയുമെന്ന് പറഞ്ഞില്ല. അപ്പോൾ അമ്മ പറഞ്ഞു ഇവിടെ വീട് എന്തെങ്കിലുമൊക്കെ ആക്കി വെക്കുമെന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് തയ്യൽ മെഷീൻ കുറേ നേരത്തിനുള്ളിൽ നമ്മൾ ഇവിടുത്തെ മുഴുവൻ സംഭവം കൂടെ ശരിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിനി നമുക്ക് ആ പടുതയുടെ കാര്യം വന്ന് ഇനി എങ്ങനെയാവും ഒരിതുമില്ല. ശരിയായിട്ട് നമുക്കപ്പം നോക്കാം. ഇവിടെ താഴെ ഇതെല്ലാം ശരിയാക്കേണ്ടതാണ്. തൂത്തെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഭയങ്കര പൊടിയായിരുന്നു. ഞാനിങ്ങനെ ഇവിടെ ആദ്യമായിട്ടാണ് ഇവിടുത്തെ സംഭവം എല്ലാം കഴിഞ്ഞ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ മുഴുവൻ ഞങ്ങൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇത് കണ്ടോ ഇരിക്കുന്നുണ്ട്. ഇതെല്ലാം നമുക്കിനി പക്കാക്കാം. ഇവിടെ നമുക്കൊരു പെയിൻ്റ് അടിക്കണം കേട്ടോ. പെയിൻ്റ് അടിക്കാൻ പോവുകയാണ്. ഇവിടെ കുറച്ച് പെയിൻ്റ് ഇരിപ്പുണ്ടായിരുന്നു. ഇത് അടിച്ചതിൻ്റെ എങ്ങാണ്ട് വൈറ്റ് സിമെൻ്റാണ്, പെയിൻ്റ് അല്ല. അത് ഇവിടെ ഒന്ന് അടിക്കുവാണ്. ചേച്ചോട് ഞാൻ പറഞ്ഞത് നമുക്ക് ആരുമാക്കിയൊന്നും എനിക്കറിയത്തില്ല. ഉയർത്ത് കൊള്ളിച്ച് ഗൈസ്. അപ്പം നമ്മൾ പെയിൻ്റ് അടിക്കാൻ പോവാ. ഞാൻ വരയ്ക്കണേ ഞാൻ ചോദിച്ചോ അടിച്ചോടെ ചോദിച്ചു പറഞ്ഞു അടിച്ചു വൃത്തിക്ക് അടിക്കണോ. ഇനിയിപ്പോൾ അടിച്ചു കഴിഞ്ഞ് പറയും അങ്ങനെ വരയ്ക്കണം ഇങ്ങനെ വരയ്ക്കണം. അവിടെ തെറ്റിപ്പോയി ഇവിടെ തെറ്റിപ്പോയി, അവിടെ അടിച്ചില്ല ഇവിടെ അടിച്ചില്ല. എനിക്ക് അടിച്ച പരിചയമൊന്നും ഇല്ല. ഇവിടെ ഒന്നും അടിച്ചിട്ടില്ല കേട്ടോ ഗൈസ്. ഇവിടെ ഒരു ഞങ്ങളുടെ സ്റ്റഡി ടേബിൾ മാത്രമേ അടിച്ചിട്ടുള്ളൂ. യെസ്, വീടിന്റെ മേളിലൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട്സ്, നമ്മൾ പെയിൻ്റ് അടി എത്രയാണെന്ന് ഞാൻ കാണിക്കാം. കുഞ്ഞാപ്പോൾ അവിടെ ജനലിൻ്റെ കമ്പിയൊക്കെ തുരുമ്പും ഒക്കെ അടിച്ചിരിക്കാൻ അതൊക്കെ ഒന്ന് ശരിയാക്കുമായിരുന്നു. ഞാൻ അടിച്ച് കാണിക്കാം. ഇവിടുന്ന് ഇത്ര പിടിച്ചു. ഇത് ഞാൻ വെച്ചതാണ്.
ഇവിടേക്ക് ഒന്ന് ശരിയാക്കാം. അത് ഇവിടെയാണ്. ഇവിടെ ഞാൻ ഒരു മൂലക്കിരിക്കുകയാണ്. ഇവിടെ എല്ലാം ഇത് നമ്മൾ സെറ്റാക്കിയത് ഭയങ്കര സന്തോഷം തോന്നുന്നു. ഞാൻ കുറച്ച് ഓവറാകുന്നുണ്ട്. ഇവിടെ എല്ലായിടത്തും ഇതുണ്ട്, എല്ലായിടത്തും കൂട്ടി കൂട്ടി തുണി എല്ലാം കുറേ ഉണ്ട്. കുറേ കത്തിച്ചൊക്കെ കളയാനെടുത്ത് വെച്ചിട്ടുണ്ട്. അമ്മ അച്ഛനും വന്നാൽ ഞെട്ടുമെന്ന് അവർ ഉറപ്പാണ്. അടങ്ങിയില്ലേ വെക്കാതെ. ഞാനും കുഞ്ഞാപ്പ കടന്നു വരും. ഞങ്ങൾ രാവിലെ ഷീറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഷീറ്റ് ഞാൻ ഉണങ്ങി. ഇത് ആ ഷീറ്റ് മുറിച്ച് ഞങ്ങൾ വെക്കുവാണ്. തറയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അത് ഞാൻ കാണിക്കാവേ. ഈ ഷീറ്റാണ് നമ്മൾ തറയിലിടുന്നത്. ഇതുകൊണ്ട് ഇതിൻ്റെ മുകളിൽ മുഴുവനും തുണി ഇതുമെല്ലാം ആണ്. കുഞ്ഞാപ്പൂ ഞാനും കൂടാണ് ഇവിടെ സെറ്റാക്കുന്നത്. നമ്മുടെ ആ ടേബിൾ ഇതാണ്. രാവിലെ നേരത്തെ കഴിണ്ടായിരുന്നു. ഇത് നനഞ്ഞിരിക്കുക, ഇപ്പൊ തൂക്കുമായിരുന്നു. ആ ഇത് കീറി ഇതാണോ നേരത്തെ ഒരു ഇതാണ്. നമ്മൾ ചെയ്ത് വരുമ്പോൾ എന്താവും എനിക്കൊരു അറിയത്തില്ല. നമുക്ക് കർട്ടനും ഒക്കെ ഇടണം. നമ്മൾ പെയിൻ്റൊക്കെ ഓൾമോസ്റ്റ് പെയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ ഒന്നും അടിച്ചിട്ടില്ല. എൻ്റെ ശബ്ദം എല്ലാം പോയി. കുറേ നേരം ചൂടത്ത് വീർത്തൊക്കെ പണിയെടുത്ത്. ഇനി അമ്മ വരാൻ 2 മണിയാകുമ്പോൾ വരും. ഇപ്പം നമുക്ക് 1:30 ആയിട്ടുണ്ട്. 1:15 ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത് കറുത്ത ഷീറ്റ് കൊണ്ട് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇത് കണ്ട് ഭയങ്കര സന്തോഷം തോന്നിട്ടോ. ഞാൻ കാണിക്കാവേ. ഇവിടെ ഇത് തയ്യൽ മെഷീൻ സെറ്റാക്കൂടെ ചുക്കിലിയൊക്കെ ഉണ്ട്. ഇത് നമ്മൾ കറുത്ത ഷീറ്റൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ ആ ഭാഗത്തായിട്ടാണ് ഇങ്ങനെ സ്റ്റഡി ടേബിൾ വെക്കുന്നത്. അടി കുറച്ച് സംഭവമൊക്കെ ഉണ്ട്. അതിന് മുമ്പ് നമുക്കവിടെ ജനലൊക്കെ ശരിയാക്കണം. എന്തുകൊണ്ട് ഇതൊരു കുന്ന് സംഭവമൊക്കെ ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഇവിടെയാണ് നമ്മൾ തയ്യൽ മെഷീൻ വെക്കുന്നത്. ഈ സംഭവമാണ് അവിടെ ഇരുന്നത്. ഇവിടെ ഇങ്ങനെ ആൾക്കൊരു ഷീറ്റാണ് നടന്നുകൊണ്ടിരുന്നത്. ഇതുപോലത്തെ ഒരു കറുത്ത ഷീറ്റാണ് ഇവിടെ കണ്ടത്. അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഇതിട്ട് ഇവിടെ നമ്മൾ പെയിൻറ്റ് പഠിച്ച് സെറ്റാക്കിയതാണ്. അവിടെ ഇനി ഈ ജനലിൻ്റെ സൈഡൊക്കെ കുറച്ച് സെറ്റാക്കണം. സെറ്റാക്കിയിട്ട് കുറച്ച് പെയിൻറ്റും അടിക്കണം. അവിടെ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ വീടിൻ്റെ ഷോറൂമിൻ്റെ അവസ്ഥ. നോക്കൂ, ചൂലും മണ്ണാങ്കട്ടയൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ടേബിളിൽ നമ്മൾ ഇടയ്ക്ക് ഒരു സ്ഥലം വന്ന് അപ്പോൾ നമ്മൾ പഴയ എടുക്കാത്ത ഉടുപ്പൊക്കെ ഇല്ലേ, അതൊക്കെയാണ് വിചാരിച്ച്. ഇത് ജനലാണ് എനിക്ക് വൈറ്റൊക്കെ കളർ അടിച്ചിട്ട്. ഇത് നോക്കൂ, തുണിയല്ല, ഇത് സ്റ്റഡി ടേബിൾ. അവിടെ മേക്കപ്പ് സ്ഥലമാണ് വെച്ച് നല്ലൊരു ഭംഗിയായിട്ട് എനിക്ക് അവിടെയാണ് തയ്യൽ മെഷീൻ വെച്ചത്. ഇനിയൊക്കെ വൃത്തിയാക്കാൻ കുറേ കിടക്കും കേട്ടോ. അതൊക്കെ നമ്മുടെ തുണിയൊക്കെ ഇവിടാണ് വെക്കണ്ടേ. ഇവിടെ എൻ്റെയും ഇവിടെ കുഞ്ഞാപ്പൂൻ്റെയും ഇവിടെ മേക്കപ്പും ഒക്കെ വരും. ഇവിടെ ഒരു സ്ഥലത്ത് ചർച്ചിൻ്റെ സ്പേസ് ആയിട്ട് വെക്കാനാണ്. അപ്പോൾ എൻ്റെ 3, 2, 1 സ്റ്റാർട്ട്. സോ ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇതെല്ലാം കംപ്ലീറ്റ് ആയി. ഞങ്ങൾ വൈകിട്ടാണ് ഇപ്പം. അമ്മയുടെ റിയാക്ഷൻ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അമ്മ ചർച്ചിനും കണ്ട് നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ജനലിൽ അടിച്ചതൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കുഞ്ഞാപ്പുതാ ഇവിടെ നിന്ന് ഉദ്ഘാടനമൊക്കെ തുടങ്ങിയെല്ലാം ചെയ്തിട്ടുണ്ട്. ഏതായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. തറയൊക്കെ ഇഷ്ടപ്പെട്ടു. അമ്മ അവിടെ നിൽപ്പുണ്ട്. ഇല്ല. അപ്പം എൻ്റെ കുട്ടുമോനെല്ലാം ഇവിടെ ഉണ്ട്. ഞാനാണെങ്കിൽ ഫുള്ളായിട്ട് കാണിച്ചു തരാം എല്ലാം. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിതെല്ലാം സെറ്റാക്കി. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇത്രയും ഞാനും കുഞ്ഞാപ്പൂടെ തന്നെ ഈ മുറി തന്നെ ഒന്ന് മാറ്റിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ജനലിൻ്റെ സൈഡിലായിട്ടാണ് ടേബിൾ വെച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ ഞാൻ 6th പഠിച്ചപ്പോൾ ഉള്ള പുസ്തകമൊക്കെ പുതിയ നമ്മളിപ്പം സ്റ്റഡി ടേബിൾ മേക്ക് ഓവർ ചെയ്യുമ്പോൾ നമ്മൾ നന്നായിട്ട് ചെയ്യുക. ഇപ്പം ഇവിടെ പുസ്തകം നമ്മളൊന്നും ബാക്ക് ടു സ്കൂളിൻ്റെ പർച്ചേസ് ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് പുസ്തകമൊന്നുമില്ല. കലണ്ടർ തൂക്കിയിടാനായിട്ട് ഞങ്ങൾ ഇവിടെ ആണിയെന്ന് മേടിച്ചു. ഞങ്ങളതെ കൊണ്ട് തന്നെ ചെയ്യാൻ ഞങ്ങൾ ഇവിടെ വീട്ടിൽ കയറ്റില്ല. അതുകൊണ്ട് ഞങ്ങളവിടെ ക്ലിപ്പൊക്കെ കുത്തിയാണ്. കസേര ഞങ്ങൾ വേറെ ഇടും. പിന്നെ ഈ സ്റ്റഡി ടേബിളിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയായിട്ട് മേക്കപ്പിൻ്റെ ഇത് തന്നെയാണ് ഒരു കുഞ്ഞു ടേബിളല്ലതും. ഇത് TV സ്റ്റാൻഡാണ് വെച്ചിട്ടുള്ളത്. TV സ്റ്റാൻഡ് അതിൻ്റെ മുകളിൽ ഏറ്റവും ഫ്രണ്ടിലെ മുകളിലത്തെ അതിൽ നമ്മൾ വെച്ചിട്ടുള്ളത് മേക്കപ്പ് തലമുടി ചെയ്യാനും പിന്നെ നമ്മുടെ മേക്കപ്പുമായിട്ടുള്ള അതൊക്കെയാണ്. പിന്നെ ഇതിൻ്റെ താഴെ നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ വീട്ടിലുള്ള ഡ്രസ്സൊക്കെ ഇല്ലേ, ആ ഒരു ഡ്രസ്സ്. പിന്നെ ഈ സ്റ്റഡി ടേബിളിൻ്റെ താഴെയായിട്ട് നമുക്ക് വേണ്ടാത്ത ടെസ്റ്റും നോട്ട്സും ബാഗും ഒക്കെ ഇല്ല. അത് പിന്നെ എപ്പോഴും വേണ്ട ഒരു സംഭവമാണ് ഈ സ്റ്റഡി ടേബിളിൻ്റെ താഴെ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ്. അത് മെയിനായിട്ട് വേണ്ട ഒരു സാധനമാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ മേക്കപ്പിൻ്റെ അങ്ങനെ കുറച്ച് സംഭവമൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മളൊന്നും മേടിച്ചിട്ടില്ല, ഉള്ളതൊക്കെ വെച്ച് വേണമെങ്കിൽ കാണിക്കുന്നത്. പിന്നെ ചീപ്പൊക്കെ വെക്കാനായിട്ട് ഇങ്ങനെ ഒരു സാധനം പോലെയും ഒക്കെയാണ് വെച്ചിട്ടുള്ളത്.
മീഷോന്ന് മേടിച്ച വാച്ച് അങ്ങനെ നമുക്ക് ഒരുങ്ങേണ്ട സാധനമെല്ലാം ആണ്. പിന്നെ അവിടെ ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സും എല്ലാം അവിടെ തന്നെയാണ് വെച്ചിട്ട്. പിന്നെ അവിടെ കുറച്ച് സ്ഥലം അങ്ങനെ വെറുതെ കിടക്കുന്നുണ്ട്. അവിടെ കുറച്ച് സാധനം വെക്കാമല്ലോ എന്ന് കരുതി വെച്ചാണ്. സ്റ്റഡി ടേബിൾ അല്ല ഇത്, മേക്കപ്പിൽ കുറച്ച് സൈഡിൽ അവിടെ ഇതൊക്കെ വെച്ചിട്ടുണ്ടാണ്. അതിൻ്റെ മുകളിൽ തന്നെ ഞാൻ ഉണ്ടാക്കിയ ഒരു ജീസസിൻ്റെ ഒരിതാണ്. പിന്നെ അവിടെ ഒരു കീ ചെയിൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു വെള്ളാരം കല്ലും പിന്നെ ഞങ്ങളുടെ വീട്ടിനടുത്ത് കക്കയെല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സ്പ്രേയും തൊട്ടപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് താഴെ വെക്കാൻ ഇടയില്ലാതുകൊണ്ടല്ല, കുഞ്ഞാപ്പൂവിൻ്റെയാണ് ഈ സെറ്റപ്പ് എല്ലാം. കുഞ്ഞാപ്പൂവാണ് ഇതെല്ലാം ഇട്ടത്. ഫ്രണ്ട്സ്, അത്രേ ഉള്ളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ അറിയാം. പിന്നെ മേക്കോവർ വീഡിയോ ഉറപ്പായിട്ട് ഇടുന്നതായിരിക്കും. ബൈ.